ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സ്കേർട്ടിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് 1.5 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള കുഞ്ഞിൻ്റെ അളവിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സ്കേർട്ടിൻ്റെ വീഡിയോ ഇതിനു മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ആ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കോട്ടൻ്റെ ലൈനിങ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം എടുത്തിട്ടുള്ളത് 10 ഇഞ്ചാണ്. 9 ഇഞ്ചാണ് ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത്ത് വേണ്ടത്. 1 ഇഞ്ച് തയ്യൽ തുമ്പാണ്. ഈ തുണിയുടെ വീതി എടുത്തിട്ടുള്ളത് 17 ഇഞ്ചാണ്. ഈ അളവിലുള്ള 2 പീസ് തുണിയാണുള്ളത്. ഇനി ഈ തുണി ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഫോൾഡിങ് വരുന്ന ഭാഗം. ഇവിടെ നിന്നും ഇങ്ങോട്ടാണ് അളവുകൾ മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഈ ഷോൾഡർ മാർക്ക് ചെയ്ത ഒരു ഭാഗത്ത് നിന്നും താഴേക്ക് 4.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഈ 2 പോയിൻറ്റും ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് വരച്ചെടുക്കണം. ഇനി ഇവിടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് അളവ് 5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽത്തും കൂടെ കൂട്ടി 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണം. ഇനി ഇവിടെ കൈക്കുഴി വരച്ചെടുക്കാം. ടോപ്പിൻ്റെ താഴ്ഭാഗത്തെ വീതി 5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഈ ചെസ്റ്റ് മാർക്ക് ചെയ്ത ഒരു പോയിൻറ്റും ഈ ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് വിഡ്ത്ത് മാർക്ക് ചെയ്ത പോയിൻറ്റും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കണം. ഇനി നെക്ക് വിഡ്ത്ത് 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. നെക്ക് ഡെപ്ത്ത്, ഫ്രണ്ട് നെക്ക് ഡെപ്ത്ത് 3 ഇഞ്ചും ബാക്ക് നെക്ക് ഡെപ്ത്ത് 1 ഇഞ്ചുമാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ സിമ്പിളായിട്ടുള്ള റൗണ്ട് നെക്കാണ് വരച്ചെടുക്കുന്നത്. ഇനി ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി ഇവിടെ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് ഷോൾഡർ ഇതുപോലെ സ്ലോപ്പാക്കി ഒന്ന് വരച്ചെടുക്കണം. എന്നിട്ട് ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ തുണി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ബാക്ക് നെക്കാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ബാക്ക് പാർട്ടിനെ മാറ്റിയതിന് ശേഷം ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പാർട്ടിൻ്റെ നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്നും താഴേക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഈ 4 ഇഞ്ചിൻ്റെ പകുതി 2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. ഇനി ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്ത ഒരു ഭാഗത്ത് നിന്നും ഇങ്ങോട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ ഇതുപോലെ റൗണ്ട് ചെയ്തൊന്ന് വരച്ചെടുക്കണം. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് ബാക്ക് പാർട്ടിൻ്റെ നെക്ക് വരുന്നത്. ഇനി ഇതേ അളവിൽ ഇതിന് വേണ്ടിയിട്ടുള്ള മെയിൻ തുണി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള മെയിൻ തുണി ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക് വരുന്ന നെറ്റിൻ്റെ തുണിയും സാറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതുപോലെ ബാക്ക് പാർട്ടിനും എടുക്കുന്നുണ്ട്. ഇനി ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്ന നെറ്റിൻ്റെ തുണി സാറ്റിൻ്റെ മെറ്റീരിയലുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെറ്റിൻ്റെ തുണിയുടെ റോങ് സൈഡ് ഈ സാറ്റിൻ്റെ മെറ്റീരിയലിൻ്റെ നല്ല വശത്തേക്ക് ചേർത്ത് വെച്ച് എല്ലാ സൈഡിലൂടെയും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലൈനിങ് തുണിയുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു തുണിയുടെ നല്ല വശത്തേക്ക് ലൈനിങ് തുണിയുടെ നല്ല വശം ചേർത്ത് വെച്ച് കൈക്കുഴിയുടെ ഭാഗവും നെക്കിൻ്റെ ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഷോൾഡറിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കരുത്. ഇതുപോലെ തന്നെ ബാക്ക് പാർട്ടിൻ്റെ മെയിൻ തുണിയുടെ നല്ല വശത്തേക്ക് ലൈനിങ് തുണിയുടെ നല്ല വശം ചേർത്ത് വെച്ച് കൈക്കുഴിയും നെക്കിൻ്റെ ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പാർട്ടിൽ ഇതുപോലെ വള്ളി വെച്ചിട്ടുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് വള്ളി വെച്ചിട്ട് വേണം ലൈനിങ് തുണി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇനി ഈ നെക്കിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തതിൽ തട്ടാതെ ഇതുപോലെ ചെറിയ കട്ടിങ്ങുകളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബാക്ക് പാർട്ടിൻ്റെ താഴ് ഭാഗം 1/2 ഇഞ്ചിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല വശം ഒന്ന് മറിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ആയിരിക്കും ബാക്ക് പാർട്ട് കിട്ടുന്നത്.
ഇനി ഷോൾഡർ ജോയിൻ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് പാർട്ടിനെ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഫ്രണ്ട് പാർട്ടിനെ നല്ല വശത്തേക്ക് ഈ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് കയറ്റി വെച്ച് ഈ ഷോൾഡർ കറക്റ്റാക്കി വെച്ച് ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ രണ്ട് ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പാർട്ടിനെ ഉള്ളിലേക്കാക്കിയിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ ലൈനിങ് തുണിയുടെ നല്ല വശം ചേർത്ത് വെച്ച് ഈ ഒരു തായ് ഭാഗം 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ നല്ല വശം ഒന്ന് മറിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെയാണ് ടോപ്പ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിനെ നല്ല വശത്തേക്കാക്കിയിട്ട് രണ്ട് സൈഡും 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. 1/4 ഇഞ്ചിനേക്കാളും കൂടുതൽ തയ്യൽ തുമ്പ് ഇടാൻ പാടില്ല. ഇനി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിനെ റോങ് സൈഡിലേക്കാക്കിയിട്ട് വീണ്ടും 1/2 ഇഞ്ചിൽ രണ്ട് സൈഡും ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇറിറ്റേഷൻ വരില്ല. നെറ്റിൻ്റെ തുണിയൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സേഫായിട്ട് ഇടാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത്. വളരെ ഈസിയായി എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.